ഹായ് എവ്രിവൺ. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വാരിയസ് മെത്തേഡുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ പറഞ്ഞു, സിമുലേഷൻ പറഞ്ഞു, ദെൻ ഇൻ്റർവ്യൂ മെത്തേഡ് പറഞ്ഞു, ദെൻ അതുപോലെ തന്നെ പാനൽ സ്റ്റഡി അല്ലെങ്കിൽ പാനൽ മെത്തേഡ് എന്താന്ന് പറഞ്ഞു, മെയിൽ സർവേ എന്താന്ന് പറഞ്ഞു, പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്താന്ന് പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് നമ്മുടെ 10ാമത്തെ മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ്സ്. അപ്പം എന്താ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് നോക്കാം. ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പൊതുവെ മാർക്കറ്റ് റിസർച്ചിൽ അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് സെഗ്മെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഫീഡ്ബാക്ക് എടുക്കുകയാണ്. നമ്മുടെ ഒരു ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു 6 മുതൽ 10 വരെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഒരു 5 to 6 പീപ്പിൾ അല്ലെങ്കിൽ ഒരു 5 to 10 പീപ്പിൾ, ഒരു 10 ആൾ അല്ലെങ്കിൽ ഒരു 6 പേര്, അങ്ങനെയുള്ള അത്രയും ആളുകൾ അടങ്ങുന്ന അത്രയും നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയാം. ദെൻ ആ ഒരു ഗ്രൂപ്പിനോട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഒരു സർവീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഫീഡ്ബാക്ക് അവരുടെ കയ്യിൽ നിന്ന് ഗ്യാദർ ചെയ്യുകയാണ്, കളക്ട് ചെയ്യുകയാണ്. ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ് പാർട്ടിസിപ്പൻസ് ആർ റിക്രൂട്ടഡ് ബേസ്ഡ് ഓൺ ദെയർ പർച്ചേസ് ഹിസ്റ്ററി, demographics, psychographics or behavior and they typically do not know each other. ഇപ്പം നമ്മൾ പറഞ്ഞു 6 പേരുള്ള അല്ലെങ്കിൽ 10 പേരുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ അവിടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ കൺസെപ്റ്റിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ എടുക്കുക എന്ന് പറഞ്ഞു. സോ അത്തരത്തിലുള്ള ഈ ഒരു റെസ്പോണ്ടൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണത് അവരുടെ പർച്ചേസ് ഹിസ്റ്ററി, ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അവർ പൊതുവെ വാങ്ങുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആ സർവീസസ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ഹിസ്റ്ററിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് മേ ബി ഏജിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ 50 മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു കാറ്റഗറി. സോ അത്തരത്തിലുള്ള ഡെമോഗ്രാഫിക് കണ്ടീഷൻസിനെ ആവാം, അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ സെക്ഷൽ ഡിഫറൻസസ് ആവാം. സോ ഇത്തരത്തിലുള്ള ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിന്റെ ബേസിസിലാവാം ഫോക്കസ് ഗ്രൂപ്പുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക് അല്ലെങ്കിൽ അതായത് ബിഹേവിയർ. സോ ഇത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ഗ്രൂപ്പുകളെ ക്ലാസിഫൈ ചെയ്യാം. പർച്ചേസ് ഹിസ്റ്ററി, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്, സൈക്കോഗ്രാഫിക് കണ്ടീഷൻസ്, അതായത് ബിഹേവിയറൽ കണ്ടീഷൻസ്. ദെൻ ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് they do not know each other. അവർക്ക് പരസ്പരം ആ പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ റെസ്പോണ്ടൻസിനെ പരസ്പരം തിരിച്ചറിയണം എന്നില്ല. അതാണ് ഫോക്കസ് ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഈ ഫോക്കസ് ഗ്രൂപ്പ്സ് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് സ്റ്റഡീസ് പൊതുവെ യൂസ് ചെയ്യണത് എന്തിനാണ്? ടു ജനറേറ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ ഗ്യാദർ ചെയ്യാൻ, ടു അസസ് നീഡ്സ്, എന്താണ് അവരുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് എന്താന്നുള്ളത് അസസ് ചെയ്യാൻ, ഒരു ന്യൂ പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യാൻ, ദെൻ കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ന്യൂ മെമ്പറിനെ റിക്രൂട്ട് ചെയ്യാൻ, ദെൻ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള അവരുടെ ഒപ്പീനിയൻസ് ഗ്യാദർ ചെയ്യാൻ, ദെൻ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഇമേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനെ അസസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെന്റ്സിനെ ലേൺ ചെയ്യാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫോക്കസ് ഗ്രൂപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഗ്യാദർ ചെയ്യാൻ, നീഡ്സ് അസസ് ചെയ്യാൻ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ അസസ് ചെയ്യാൻ, ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ, ന്യൂ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ, കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ, ദെൻ ഒരു ഓർഗനൈസേഷനിൽ ഒരു പുതിയ ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെന്റ്സുകളെ കുറിച്ച് പഠിക്കാൻ. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത് ടൈപ്സ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ്. ഫോക്കസ് ഗ്രൂപ്പ്സിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ മിനി ഫോക്കസ് ഗ്രൂപ്പ്സ്. നമ്മൾ പറഞ്ഞു ഒരു 6 ആൾ അല്ലെങ്കിൽ ഒരു 10 ആൾ 12 ആളൊക്കെയാണ് ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ ഉണ്ടാവുകയാണ്. അതിന് പകരം ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ 4 ആളോ 5 ആളോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് മിനി ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഓൺലൈൻ ഫോക്കസ് ഗ്രൂപ്പ്സ്. ഓൺലൈൻ ഫോക്കസ് ഗ്രൂപ്പ്സിലാണെങ്കിൽ അതായത് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസിന് റിമോട്ട്ലി അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് ഓൺലൈൻ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദെൻ
തേർഡ് വൺ, മൂന്നാമത്തെയാണ് ടു വേ ഫോക്കസ് ഗ്രൂപ്പ്സ്. ടു വേ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്സ് ആർ ഓഫൺ കണ്ടക്റ്റഡ് ബിഹൈൻഡ് വൺ വേ ഗ്ലാസ് where researchers can take note of what's going on. In these types of groups, the whole group watches another and comments on what they observe and hear. അതായത് ടു വേ ഫോക്കസ് ഗ്രൂപ്പ്സിൽ ഇപ്പോൾ നമ്മുടെ ഒരു നോർമലി ഒരു ഫോക്കസ് ഗ്രൂപ്പ് എന്ന് നമ്മൾ ഓരോരുത്തരോടും എന്ത് ചെയ്യാണ്, ഇൻഡിവിജ്വലി നമ്മൾ അവരെ തന്നെ ആൻസർ ചെയ്യുകയാണ് അല്ലെങ്കിൽ റെസ്പോൺസസ് ഗ്യാദർ ചെയ്യുകയാണ്. ദെൻ അതുപോലെ തന്നെ ആ ഫോക്കസ് ഗ്രൂപ്പ്സിന് പരസ്പരം അറിയില്ല. പക്ഷേ ടു വേ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻറ്റയർ ഗ്രൂപ്പിന് മറ്റുള്ളവരെ, അതായത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അറിയാൻ വേണ്ടി പറ്റും മീൻസ് ഒരാൾ എന്ത് കമൻറ്റ് ചെയ്യണു അല്ലെങ്കിൽ എന്ത് പറയണു എന്നുള്ളത് കാണാനും കേൾക്കാനും ഒബ്സർവ് ചെയ്യാനും പറ്റും. ദെൻ ആ ഒരാൾ പ്രതികരിക്കുന്നതിനോട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് ടു വേ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും പരസ്പരം അറിയാം, ഒരാൾ പറയുന്നതിനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിനോട് റിപ്ലൈ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ വേറൊരാൾക്ക് പറ്റും ആ സെയിം ഗ്രൂപ്പിലെ. അതാണ് ടു വേ ഫോക്കസ് ഗ്രൂപ്പ് എന്നുള്ളതിൽ പറയണത്. നമ്മുടെ നാലാമത്തെയാണ് ഡ്യുവൽ മോഡറേറ്റർ ഫോക്കസ് ഗ്രൂപ്പ്. ഡ്യുവൽ മോഡറേറ്റർ ഫോക്കസ് ഗ്രൂപ്പിൽ രണ്ട് മോഡറേറ്റർ ഉണ്ടായിരിക്കും. രണ്ട് മോഡറേറ്റർ മീൻസ് ഒരാൾ ആ ഒരു ഡിസ്കഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും വേറൊരാൾ അവരുടെ റെസ്പോൺസസുകളെ ടേക്ക് ഡൗൺ ചെയ്യാനും, ഒരാൾ അതെല്ലാം നോട്ടീസ് ചെയ്യാനും മറ്റൊരാൾ ആ ഡിസ്കഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഉണ്ടായിരിക്കും. അത്തരത്തിലെ രണ്ട് മോഡറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഡ്യുവൽ മോഡറേറ്റർ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ ദ ഫിഫ്ത്ത് വൺ, ക്ലയന്റ് പാർട്ടിസിപ്പന്റ് ഫോക്കസ് ഗ്രൂപ്പ്. ക്ലയന്റ് പാർട്ടിസിപ്പന്റ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when a representative of the company or product being studied watches or participants in the discussion. നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ, ഒരു സർവീസിനെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇമേജ് അറിയാൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ചെയ്യാം. സോ ആ ഒരു കമ്പനിയുടെ ബന്ധപ്പെട്ട അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് അറിയാം, അവരും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അവരതെല്ലാം പാർട്ടിസിപ്പൻസിൻ്റെ ആ ഒരു ഡിസ്കഷൻസും അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്ലയന്റ് പാർട്ടിസിപ്പന്റ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞത് നമ്മുടെ 10ാമത്തെ മെത്തേഡ് ഫോക്കസ് ഗ്രൂപ്പാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 10ാമത്തെ മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് 12 പേരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രിങ് ടുഗദർ, നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ദെൻ അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ ആയിരിക്കാം. സോ അത്തരത്തിലുള്ള ഫോക്കസ് ഗ്രൂപ്പുകളെ ഡിറ്റർമൈൻ ചെയ്യണത് അവരുടെ ബിഹേവിയറൽ കണ്ടീഷൻസ് ആവാം, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ പർച്ചേസ് ഹിസ്റ്ററി ആവാം. ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറഞ്ഞത്. മിനി ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്പേഴ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും. ദെൻ ഓൺലൈൻ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ അവർ ആ ഒരു ഡിസ്കഷൻസിൽ അവർ പങ്കെടുക്കുന്നത് അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും. അതായത് ഒന്നിച്ച് അവർ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഗ്യാദർ ചെയ്യപ്പെടുന്നില്ല, ബ്രിങ് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ എവിടെയാണോ എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ടെക്നോളജി യൂസ് ചെയ്ത് ആ ഫോക്കസ് ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അതിനെയാണ് ഓൺലൈൻ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ ടു വേ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരാളുടെ, ഇപ്പോൾ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ 4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ അഭിപ്രായം നമ്മൾ ഗ്യാദർ ചെയ്യുന്നു, രണ്ടാമതൊരാളുടെ അഭിപ്രായം ഗ്യാദർ ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷേ ടു വേ ഫോക്കസ് ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. ആ എൻറ്റയർ ഗ്രൂപ്പിന്, ആ 4 പേർക്കും പരസ്പരം 4 പേരും എന്തൊക്കെ പറയുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്യാനും കേൾക്കാനും കാണാനും ഉള്ള ഒരു അവസരമുണ്ട്. ദെൻ അതിനോട് ഒരാൾ പറയുന്നതിനോട് പ്രതികരിക്കാനുള്ള ഒരു അവസരമുണ്ട്. ദെൻ ഡ്യുവൽ മോഡറേറ്റർ ഫോക്കസ് ഗ്രൂപ്പിൽ 2 ആളുകൾ ഉണ്ടായിരിക്കും. ഒരാൾ ആ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും, മറ്റൊരാൾ റെസ്പോണ്ടൻസിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് ടേക്ക് ഡൗൺ ചെയ്യാനും. Then the fifth one, client participant focus group. അവിടെ എന്തിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സർവീസിനെ കുറിച്ചിട്ടാണെങ്കിൽ ആ ഡിസ്കഷൻ കാണാനും കേൾക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആ കമ്പനിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിന് കഴിയുന്നുണ്ട്. അതിനെയാണ് ക്ലയന്റ് പാർട്ടിസിപ്പന്റ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഫോക്കസ് ഗ്രൂപ്പ് റിസർച്ചിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയണത്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടക്കുന്നുണ്ട്. ഇത് കൺട്രോളബിൾ ആണ്, കാരണം അവിടെ ഒരു മോഡറേറ്റർ ഉണ്ട്. ദെൻ ഇത് ഫ്ലെക്സിബിൾ ആണ്, ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻ പോസിബിൾ ആണ്. ഒരു 4 പേര് 5 പേര് ആ ഒരു ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എമംഗ് പാർട്ടിസിപ്പൻസ്
ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്. ദെൻ ഓപ്പൺ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു 4 പേര് 5 പേരേ ഉള്ളൂ അല്ലെങ്കിൽ ഓപ്പൺ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പൻസിന് ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ക്വിക്കായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഏതിനുണ്ട്? ഫോക്കസ് ഗ്രൂപ്പ് റിസർച്ചിനുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ് റിസർച്ച്. ഫോക്കസ് ഗ്രൂപ്പ് റിസർച്ചിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അതിനൊരു സയന്റിഫിക് വാലിഡിറ്റി ഇല്ല, നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ അത് നമ്മൾ പറഞ്ഞു, മോഡറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട്സ് ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ആ നോട്ട്സ് ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ബയസിനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഈസ് ക്രിയേറ്റഡ്. ആ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ നമുക്ക് എന്തും പറയാം, ഹോണസ്റ്റ് ആയി പറയാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയി പറയാം എന്നുള്ള ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ. ദെൻ അതുപോലെ തന്നെ അവിടുത്തെ റിസൾട്ട്സിനെ മെഷർ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. കാരണം 4 പേരുണ്ട് അല്ലെങ്കിൽ 6 പേരുണ്ടെങ്കിൽ 6 പേരുടെയും ഒപ്പീനിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ആ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ നിന്ന് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒപ്പീനിയൻ കളക്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഗ്രൂപ്പ് റിസർച്ചിൽ നമ്മൾ പറയണത്. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ നമ്മുടെ 11ാമത്തെ മെത്തേഡാണ് കണ്ടന്റ് അനാലിസിസ്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ് അത്ര കണ്ട് ഫെമിലിയർ ആയിരിക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ സാധ്യതയില്ല. കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് വാരിയസ് കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫാക്ട്സ് വിച്ച് മൈറ്റ് ബി ടെക്സ്റ്റ് ഓഫ് വാരിയസ് ഫോർമാറ്റ്സ്, പിക്ചേഴ്സ്, ഓഡിയോ ഓർ വീഡിയോ. അതായത് കണ്ടന്റ് അനാലിസിസിൽ റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്താണ് സ്റ്റഡി ചെയ്യണത്? വാരിയസ് ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റ് ആവാം അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫാക്ട്സ്, അതായത് പിക്ചേഴ്സ് ആയിരിക്കാം, ഓഡിയോസ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം, ഡോക്യുമെന്റ്സ് ആയിരിക്കാം, മാഗസിൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫാക്ട്സിനെ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടന്റ് അനാലിസിസ് എന്നുള്ളതിൽ പറയണത്. യൂസിങ് കണ്ടന്റ് അനാലിസിസ്, researchers can quantify and analyze the presence, meanings and relationships of such certain words, themes or concepts. അതായത് ചില തീമുകളെ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ വേർഡ്സ് ആവാം, കൺസെപ്റ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വേർഡ്സിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസിനെ അനലൈസ് ചെയ്യാൻ, അതിനു വേണ്ടിയാണ് റിസർച്ചർ കണ്ടന്റ് അനാലിസിസ് യൂസ് ചെയ്യണത്. സോ കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ, മാഗസിൻസിനെ, വീഡിയോസിനെ, ഓഡിയോസിനെ, പിക്ചേഴ്സിനെ, മറ്റ് കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫാക്ട്സിനെയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാണ്. ആ സ്റ്റഡി ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ അതിലുള്ള സെർട്ടൈൻ വേർഡ്സ്, അതിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ തീം, കൺസെപ്റ്റ് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസിനെ അനലൈസ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടന്റ് അനാലിസിസിൽ എന്ത് ചെയ്യണത്? റിസർച്ച് ചെയ്യണത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യണത്. ആൻഡ് ടു കണ്ടക്ട് കണ്ടന്റ് അനാലിസിസ് you systematically collect data from a set of text which can be written, oral or visual. For example, books ആവാം, ന്യൂസ്പേപ്പേഴ്സ് ആവാം, മാഗസിൻസ് ആവാം, സ്പീച്ചസ് ആയിരിക്കാം, ഇന്റർവ്യൂസ് ആയിരിക്കാം. അതായത് ഒരു കണ്ടന്റ് അനാലിസിസ് നമുക്ക് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ ഗ്യാദർ ചെയ്യണം. ഡാറ്റ ഗ്യാദർ ചെയ്യാന്ന് പറയുമ്പോൾ ഡാറ്റ മേ ബി റിട്ടൺ ഫോമിലാവാം, ഓറൽ ഫോമിലാവാം, അല്ലെങ്കിൽ വിഷ്വൽ ഫോമിലാവാം. വിഷ്വൽ ആണെങ്കിലും ഓറൽ ആണെങ്കിലും റിട്ടൺ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റ ഗ്യാദർ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റേജ്. ആ ഡാറ്റ ഗ്യാദർ ചെയ്യുന്നത് ചിലപ്പോൾ ബുക്കുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മാഗസിൻസ് നിന്നാവാം, ഡോക്യുമെന്റ്സ് നിന്നാവാം, ഇന്റർവ്യൂസ് നിന്നാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്പീച്ച് നിന്നാവാം. സോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫാക്ട്സിനെ അതിലെ കൺസെപ്റ്റുകൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അതിലെ തീം എന്ത് പറയുന്നു, അതിലെ വേർഡുകളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ കണ്ടന്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. Then the following questions must be addressed in every content analysis. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് ഏതൊരു കണ്ടന്റ് അനാലിസിസിലും അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വിച്ച് ഡാറ്റ ആർ അനലൈസ്ഡ്?
ഏത് ഡാറ്റയാണ് അനലൈസ് ചെയ്യപ്പെടേണ്ടത്, ഹൗ ആർ ദ ഡാറ്റ ഡിഫൈൻഡ്, എങ്ങനെയാണ് ആ ഒരു ഡാറ്റ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ഫ്രം വാട്ട് പോപ്പുലേഷൻ ആർ ഡാറ്റ ഡ്രോൺ, ഏത് യൂണിവേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനിൽ നിന്നാണ് ഡാറ്റ ഡ്രോൺ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനെയാണ് യൂണിവേഴ്സിനെയാണ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ റെലവെന്റ് കോണ്ടെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണ് അതിന്റെ പ്രാധാന്യം, അതിന്റെ റെലവൻസ് എത്രമാത്രം ഉണ്ട്. ദെൻ വാട്ട് ആർ ദ ബൗണ്ടറീസ് ഓഫ് ദ അനാലിസിസ്, ഏത് വരെ അല്ലെങ്കിൽ എത്രമാത്രം സ്കോപ്പ് ഉണ്ട് നമ്മുടെ അനാലിസിസിന്, അതിന്റെ ബൗണ്ടറി എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ടു ബി മെഷേർഡ്, എന്താണ് മെഷർ ചെയ്യേണ്ടത്, എന്താണ് അനലൈസ് ചെയ്യേണ്ടത്, ഡാറ്റ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ പോപ്പുലേഷൻ അതിന് എങ്ങനെയാണ് ഡാറ്റ ഡ്രോൺ ചെയ്യണത്, അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനിൽ നിന്നാണ് ഡാറ്റ ഡ്രോൺ ചെയ്തിട്ടുള്ളത്, അതിന്റെ റെലവൻസ് എത്രമാത്രം ഉണ്ട്, അതിന്റെ ബൗണ്ടറി എങ്ങനെയാണ്, അതുപോലെ എന്താണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു കണ്ടന്റ് അനാലിസിസിൽ മസ്റ്റ് ആയിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ സ്റ്റെപ്സ് ഇൻ കണ്ടന്റ് അനാലിസിസ്, ഒരു കണ്ടന്റ് അനാലിസിസിലെ സ്റ്റെപ്സുകളാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആദ്യം എവിടെ നിന്നൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യാന്നുള്ള, ഡാറ്റ ഗ്യാദർ ചെയ്യേണ്ട ആ റിസോഴ്സസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഡെവലപ്പ് കാറ്റഗറീസ്, ഡിഫറെന്റ് കാറ്റഗറീസ് ഡെവലപ്പ് ചെയ്യണം. അത് ഏതിൻ്റെങ്കിലും ബേസിസിലാവാം, അതായത് ഡിഫറെന്റ് ഫാക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ബേസിസിൽ, ഡെമോഗ്രാഫിക് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സൈക്കോഗ്രാഫിക് ആയിരിക്കാം, അങ്ങനെയുള്ള ഡിഫറെന്റ് കാറ്റഗറീസ് ഫോം ചെയ്യണം. ദെൻ കോഡ് ഡാറ്റ, ആ ഡാറ്റയെ കോഡ് ചെയ്യണം. ദെൻ അതിന്റെ റിലയബിലിറ്റി, വിശ്വാസ്യത അസസ് ചെയ്യണം, അതിന്റെ റിസൾട്ട്സിനെ അനലൈസ് ചെയ്യണം. ഇതാണ് കണ്ടന്റ് അനാലിസിസിൽ വരുന്ന 5 സ്റ്റെപ്പ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ 2 മെത്തേഡുകളാണ്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഫോക്കസ് ഗ്രൂപ്പ്സ് ആയിരുന്നു. അതിൽ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഫോക്കസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റഡി എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് സെക്കൻഡ് മെത്തേഡ് കണ്ടന്റ് അനാലിസിസ് ആയിരുന്നു. കണ്ടന്റ് അനാലിസിസ് എന്താന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടന്റ് അനാലിസിസിൽ അഡ്രസ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു, അതിൻ്റെ സ്റ്റെപ്സ് എന്താന്നുള്ളത് മെൻഷൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 മെത്തേഡുകളാണ് പറഞ്ഞത്, കണ്ടന്റ് അനാലിസിസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ്സ്. താങ്ക് യു.